2023 എന്ന കലണ്ടർ ഇയർ അവസാനിക്കാൻ ഇനി ഏകദേശം 3 ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. ഈ ഒരു വർഷത്തിലെ ഏറ്റവും അവസാനത്തെ ട്രേഡിംഗ് ഡേയിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നു പോകുന്നത്. സ്വാഭാവികമായിട്ടും ഇനി 2024 ഏതൊക്കെ സ്റ്റോക്കുകളിലാണ് സുരക്ഷിതമായിട്ട് നിക്ഷേപിക്കുക, സുരക്ഷിതമായിട്ട് നമ്മളുടെ പണം നിക്ഷേപിക്കുക എന്നത് തന്നെയായിരിക്കും ഏതൊരു നിക്ഷേപകനെയും ആശങ്കയുണർത്തുന്നത്. അത്തരത്തിൽ വിവിധ വിദഗ്ധർ പരിചയപ്പെടൽ, വിവിധ വിദഗ്ധരുടെ റഡാറിൽ ഉൾപ്പെട്ടിട്ടുള്ള ഒരു ഓഹരിയാണ് നിങ്ങളിലേക്ക് ഇപ്പോൾ പരിചയപ്പെടുത്തുന്നത്. HDFC ബാങ്കാണ് ആ ഒരു ഓഹരി. ഇന്ത്യൻ ബാങ്കിംഗ് മേഖലയുടെ ചരിത്രം തന്നെ തിരുത്തി എഴുതുന്നതിൽ ഏറ്റവും പ്രധാന പങ്ക് വഹിച്ച ബാങ്കുകളിൽ ഒന്നാണ് HDFC ബാങ്ക്. ബാങ്കിംഗ് മേഖല പൊതുമേഖല അടക്കി വാഴുന്ന സമയത്താണ് മേഖലയിലേക്കുള്ള ഈ സ്വകാര്യ ബാങ്കിന്റെ എൻട്രി. 1990കളിലെ ബാങ്കിംഗ് മേഖലയുടെ പരിഷ്കാരങ്ങളുടെ ഉപോൽപ്പന്നമായാണ് HDFC ബാങ്ക് 1994 സ്ഥാപിതമാകുന്നത്. ബാങ്കിംഗ് മേഖലയെ പുനരുദ്ധരിക്കുക എന്ന ലക്ഷ്യത്തെ അക്ഷരാടിസ്ഥാനത്തിൽ പ്രാവർത്തികമാക്കാൻ HDFC ബാങ്കിന് കഴിഞ്ഞു എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. ഇന്ന് ബാങ്കിംഗ് മേഖലയിൽ വിപ്ലവകരമായ പല മാറ്റങ്ങൾക്കും തുടക്കം കുറിച്ചത് HDFC ബാങ്ക് ആയിരുന്നു. ഉദാഹരണത്തിന്, ഇന്ത്യയിൽ ആദ്യമായി വിസയുടെ അന്താരാഷ്ട്ര ഡെബിറ്റ് കാർഡ് 1999 ഇന്ത്യൻ വിപണിയിൽ അവതരിപ്പിച്ചത് HDFC ബാങ്ക് ആയിരുന്നു. ബാങ്കിംഗ് സേവനങ്ങൾ വിരൽത്തുമ്പിൽ എത്തിച്ച മൊബൈൽ ബാങ്കിംഗ് സംവിധാനവും ആദ്യമായി ഇന്ത്യൻ ജനതയിലേക്ക് പരിചയപ്പെടുത്തിയതും HDFC തന്നെയായിരുന്നു. ബാങ്കിന്റെ പ്രവർത്തന മികവ് മൂലമാണ് ആരംഭിച്ച 3 വർഷത്തിനുള്ളിൽ, അതായത് കൃത്യമായി പറഞ്ഞാൽ 1997 തന്നെ ബാലൻസ് ഷീറ്റിന്റെ മൊത്തം മൂല്യം 10 ബില്യൺ രൂപ എന്ന മാർക്ക് മറികടന്നത്. സ്ഥാപിതമായി ഒരു വർഷത്തിനുള്ളിൽ തന്നെ HDFC ഓഹരി വിപണിയിലും എത്തി. 1995 ഓഹരി ഒന്നിന് 10 രൂപ എന്ന ഏറ്റവും കുറഞ്ഞ നിരക്കിൽ IPOയുമായാണ് HDFC ബാങ്ക് വിപണിയിലേക്ക് എത്തിയത്. തുടർന്ന് 55 മടങ്ങ് സബ്സ്ക്രിപ്ഷനോടെ മെയ് 1 ഓഹരി ഒന്നിന് 39.95 രൂപ എന്ന നിരക്കിൽ BSE ലിസ്റ്റ് ചെയ്തു. നവംബറോടെ NSEയിലും എത്തി. പിന്നീട് ഇങ്ങോട്ട് ഓഹരി വിപണിയിലെയും ഇന്ത്യൻ മേഖലയിലെയും, പ്രത്യേകിച്ചും ഇന്ത്യൻ ബാങ്കിംഗ് മേഖലയിലെയും അധികായനായി മാറാൻ ബാങ്കിന് സാധിച്ചു എന്നുള്ളത് ബാങ്കിന്റെ ചരിത്രം പരിശോധിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. വിപണിയിലെ ബാങ്കിന്റെ പ്രകടനം വിലയിരുത്തുമ്പോൾ കഴിഞ്ഞ 28 വർഷത്തിനുള്ളിൽ ഏകദേശം 3400% അധികം നേട്ടമാണ് ഈ ഒരു മെഗാ ക്യാപ് ഓഹരി നിക്ഷേപകർക്ക് നൽകിയത്. ഓഹരിയുടെ ഇതുവരെയുള്ള സർവകാല ഉയരം 2023 ജൂലൈ 3 സൃഷ്ടിച്ച 1757.5 രൂപ എന്ന നിലവാരമാണ്. ബാങ്കിന്റെ ഒരു വിപണി മൂലധനം പരിശോധിക്കുകയാണെങ്കിലും ഇന്നലെയോടെ $13 ലക്ഷം കോടി എന്നൊരു മാർക്ക് മറികടക്കാൻ സാധിച്ചിട്ടുണ്ട്. കമ്പനിയുടെ ഫണ്ടമെന്റൽസ് വിശകലനം ചെയ്യുമ്പോൾ ഈ നേട്ടം തീർത്തും ന്യായമായ ഒന്നാണെന്ന് കൂടി മനസ്സിലാക്കാം. 2024 നിക്ഷേപകരുടെ പോർട്ട്ഫോളിയോയിൽ ഉൾപ്പെടുത്താൻ സാധിക്കുന്ന ഏറ്റവും റിസ്ക് കുറഞ്ഞ ഓഹരികളിൽ ഒന്നാണ് HDFC ബാങ്ക്. അതിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് കൂടി ഒന്ന് പരിശോധിച്ച് നോക്കാം. ഏതൊരു ബാങ്കിംഗ് സ്ഥാപനത്തിന്റെയും പ്രകടനവും ഭാവിയും വിലയിരുത്തുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുന്നത് ആ സ്ഥാപനത്തിന്റെ നിഷ്ക്രിയ ആസ്തിയാണ്, അഥവാ നോൺ പെർഫോമിംഗ് അസറ്റ്സ് ആണ്. ഒരു ബാങ്കിന്റെ ആസ്തി പ്രാഥമികമായി കണക്കാക്കുന്നത് ബാങ്ക് നൽകുന്ന ലോണുകളുടെ മൂല്യത്തെ അടിസ്ഥാനമാക്കി. ലോണുകളുടെ പലിശയാണ് പ്രധാന വരുമാന മാർഗമെന്ന് സാരം. എന്നാൽ 90 ദിവസമായി പലിശയോ മുതലോ തിരിച്ചടച്ചിട്ടില്ലാത്ത ലോണുകളെയാണ് നിഷ്ക്രിയ ആസ്തിയായി ഒരു ബാങ്ക് കണക്കാക്കുന്നത്. ഒരു ബാങ്കിന്റെ പ്രവർത്തനങ്ങളെ വിലയിരുത്തുന്നതിൽ ഈ സൂചകം വഹിക്കുന്ന പങ്ക് ചെറുതല്ല. മോശം വായ്പാ നടപടിക്രമം, നിരീക്ഷണത്തിന്റെ അഭാവം, ബാങ്കിന്റെ സാമ്പത്തിക സ്ഥിതി, ഇതെല്ലാം തന്നെ ഈ സൂചകം മൂലം ഏതൊരു സാധാരണക്കാരനും ഏതൊരു വിദഗ്ധനും മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അങ്ങനെ നോക്കുമ്പോൾ HDFC ബാങ്കിന്റെ ശരാശരി കഴിഞ്ഞ ഒരു വർഷത്തെ അറ്റ നിഷ്ക്രിയാസ്തി മൂലം, അഥവാ NPA മൂല്യം എന്ന് പറയുന്നത് 0.27%, 3 വർഷത്തെ ശരാശരി NPA മൂല്യം 0.33%, 5 വർഷത്തെ ശരാശരി മൂല്യം 0.35%. മാതൃസ്ഥാപനമായ HDFCയുമായി നടന്ന ബാങ്കിന്റെ ഏറ്റവും വലിയ മെർജിംഗ് യാഥാർത്ഥ്യമായ 2024 സാമ്പത്തിക വർഷത്തിന്റെ 2ാം പാദത്തിൽ ബാങ്കിന്റെ മൊത്ത നിഷ്ക്രിയാസ്തി അനുപാതം, അഥവാ NPA അനുപാതം 1.34%-മായി ഉയർന്നിരുന്നു. ഇതിൽ HDFC ലോൺ ബുക്കിൽ നിന്നും പുനഃക്രമീകരിച്ച വായ്പകളുടെ ഏകദേശം 4500 മുതൽ 5000 കോടി രൂപയുടെ ആഘാതം കൂടി ഉൾപ്പെടുന്നു. ഈ പുനഃസംഘടിപ്പിച്ച വായ്പകൾ നിലവിലെ ചട്ടങ്ങൾ അനുസരിച്ചിട്ട് NPA ആയിട്ടാണ് കണക്കാക്കിയത് എന്നാണ് മാനേജ്മെന്റ് അറിയിച്ചിരിക്കുന്നത്. ലയനത്തിന് മുമ്പുള്ള സാമ്പത്തിക വർഷത്തിന്റെ ആദ്യ പാദത്തിൽ, അതായത് ജൂൺ പാദത്തിൽ, ബാങ്കിന്റെ മൊത്തം NPA അനുപാതം 1.17%. ജൂൺ പാദത്തിന്റെ അവസാനത്തിൽ പ്രൊഫഷണൽ ഫോർമുലയുടെ അടിസ്ഥാനത്തിൽ മൊത്ത NPA അനുപാതം സംയുക്ത സ്ഥാപനത്തിൽ, അതായത് ഒരു കൺസോളിഡേറ്റ് ലെവലിൽ നോക്കുകയാണെങ്കിൽ 1.41%-ത്തേക്കാൾ കുറവാണെന്ന് കൂടി ബാങ്ക് അറിയിച്ചിട്ടുണ്ടായിരുന്നു. HDFCയിൽ നിന്നും കൈമാറ്റം ചെയ്യപ്പെട്ട ആസ്തികളിൽ ഭൂരിഭാഗവും സുരക്ഷിതമായതിനാൽ തന്നെ ലയനം പ്രൊവിഷനിങ്ങിൽ അനുകൂലമായൊരു സ്വാധീനം ചെലുത്തുമെന്നും മാനേജ്മെന്റ് പ്രതിനിധികൾ പറഞ്ഞിരുന്നു.
അതുകൊണ്ട് തന്നെ വരുന്ന വർഷങ്ങളിൽ ലയനത്തിന്റെ പോസിറ്റീവായ സ്വാധീനം മൂലം NPA അനുപാതത്തിൽ കാര്യമായിട്ടൊരു മാറ്റം വരുമെന്ന് വിവിധ ബ്രോക്കറേജുകൾ ഉൾപ്പെടെ പ്രതീക്ഷിക്കുന്നു. ബാങ്കിന്റെ ഏറ്റവും പ്രധാന കോമ്പറ്റീറ്ററായ ICICI ബാങ്കിന്റെ കഴിഞ്ഞ ഒരു വർഷത്തെ NPA അനുപാതം പരിശോധിച്ചു കഴിഞ്ഞാൽ രേഖപ്പെടുത്തിയിരിക്കുന്ന NPA അനുപാതം 0.51%, 3 വർഷത്തെ ICICIയുടെ NPA അനുപാതം 0.85%, 5 വർഷത്തെ ശരാശരി മൂല്യം 1.28%. കൊട്ടക് ബാങ്ക്, ആക്സിസ് ബാങ്ക്, SBI തുടങ്ങിയ മേഖലയിലെ പ്രമുഖർക്കെല്ലാം തന്നെ HDFCയുമായി താരതമ്യം ചെയ്യുമ്പോൾ ഉയർന്ന NPA അനുപാതമാണ്. നിഷ്ക്രിയാസ്തി കൈകാര്യം ചെയ്യുന്നതിൽ ബാങ്കിന്റെ മികവിനെ ഇത് ചൂണ്ടിക്കാട്ടുന്നു. അതായത് ഇത്രയും വലിയൊരു ഹെവി ക്യാപിറ്റലുള്ള ബാങ്കിന് ഇത്രയും മികച്ച രീതിയിൽ അതിന്റെ NPAs കൈകാര്യം ചെയ്യാൻ സാധിക്കുന്നു എന്നത് തന്നെ ബാങ്കിന്റെ മാനേജ്മെന്റ് എഫിഷ്യൻസിയെ ചൂണ്ടിക്കാട്ടുന്നു. അടുത്തതായിട്ട് ബാങ്ക് ഫൈനാൻഷ്യലി എത്രമാത്രം കരുത്തുറ്റതാണെന്ന് തെളിയിക്കുന്ന മറ്റൊരു പ്രധാന സൂചകമാണ് ക്യാപിറ്റൽ അഡിക്വസി റേഷ്യോ അഥവാ മൂലധന പര്യാപ്തത അനുപാതം. ഒരു ബാങ്കിന് അതിന്റെ ബാധ്യതകൾ എത്രത്തോളം നിറവേറ്റാൻ കഴിയും എന്നതിന്റെ പ്രാഥമിക സൂചനയാണ് CAR എന്ന് പറയുന്നത്. ബാങ്കിന്റെ പരാജയ സാധ്യത നിർണ്ണയിക്കാൻ റെഗുലേറ്റർമാർ ഈ അനുപാതത്തെ മൂലധനത്തെ അപകട സാധ്യതയുള്ള അസറ്റുകളുമായി താരതമ്യപ്പെടുത്തുകയും നിരീക്ഷിക്കുകയും ചെയ്യുന്നു. 2024 സാമ്പത്തിക വർഷത്തിലെ രണ്ടാം പാദത്തിൽ HDFC ബാങ്കിന്റെ CAR രേഖപ്പെടുത്തിയിരിക്കുന്നത് 19.26%. ബേസിൽ തേർഡ് മാനദണ്ഡങ്ങൾ അനുസരിച്ചിട്ട് ഏതൊരു ബാങ്കും 11.7% എങ്കിലും CAR ആയി നിലനിർത്തണം എന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഇൻഡസ്ട്രിയൽ ആവറേജിലും വളരെ കൂടുതലാണ് HDFCയുടെ CAR എന്ന ഈ അനുപാതങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. റിസ്ക് കൂടിയ ലോണുകൾ മികച്ച രീതിയിൽ പ്രൊവിഷൻ ചെയ്യാൻ സാധിക്കുമെന്ന് ചുരുക്കം. എന്ന് മാത്രമല്ല, സാമ്പത്തിക പ്രവർത്തനങ്ങൾ മന്ദഗതിയിലായിരുന്ന കോവിഡ് സമയങ്ങളിൽ പോലും ഈ ഒരു അനുപാതം 17%-ലും കൂടുതൽ നിലനിർത്താൻ HDFCക്ക് സാധിച്ചു എന്നുള്ളത് ബാങ്കിന്റെ മികച്ച മാനേജ്മെന്റിനെ കാണിക്കുന്നു. പിന്നീട് ഇങ്ങോട്ട് ഈ അനുപാതം ക്രമേണ വർദ്ധിപ്പിച്ച് 19%-ലേക്ക് എത്തിക്കാനും ബാങ്കിന് സാധിച്ചു. മേഖലയിലെ പ്രധാന എതിരാളിയായ ICICI ബാങ്കിന്റെ CAR അനുപാതം 18.34%, ആക്സിസ് ബാങ്കിന്റേത് 17.64%. ബാങ്കിംഗ് മേഖലയിലെ അധികായൻ എന്ന് മാത്രമല്ല, പെട്ടെന്നൊരു തകർച്ചയിലേക്ക് ബാങ്ക് വഴിമാറില്ല എന്നുകൂടി ഇതിൽ നിന്ന് നിക്ഷേപകർക്ക് ഉറപ്പിക്കാം. അടുത്തതായിട്ട് ഏതൊരു കോർപ്പറേറ്റ് സ്ഥാപനത്തിന്റെയും ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ഏതൊരു നിക്ഷേപകനും ആദ്യം അനലൈസ് ചെയ്യുന്നത് ആ സ്ഥാപനത്തിന്റെ പ്രോഫിറ്റബിലിറ്റി തന്നെയാണ്. അത്തരത്തിൽ ബാങ്കിംഗ് മേഖലയിലേക്ക് വരുമ്പോൾ ബാങ്കിന്റെ ലാഭക്ഷമതയുടെയും വളർച്ചയുടെയും സൂചകമാണ് അറ്റ പലിശ മാർജിൻ. നിക്ഷേപങ്ങൾക്ക് പലിശയായി നൽകുന്ന തുകയുമായി താരതമ്യം ചെയ്യുമ്പോൾ വായ്പയുടെ പലിശയായി ബാങ്ക് സമ്പാദിക്കുന്ന പണത്തിന്റെ അളവിനെയാണ് അറ്റ പലിശ മാർജിൻ അഥവാ നെറ്റ് ഇൻട്രസ്റ്റ് മാർജിൻ എന്നറിയപ്പെടുന്നത്. അതായത് ഡെപ്പോസിറ്റുകൾക്ക് നൽകുന്ന ഇൻട്രസ്റ്റും അതുപോലെ തന്നെ ലോണുകൾക്ക് നൽകുന്ന ഇൻട്രസ്റ്റും തമ്മിലുള്ള ആ ഒരു ഡിഫറൻസിനെയാണ്, ആ ഒരു വരുമാനത്തെയാണ് നെറ്റ് ഇൻട്രസ്റ്റ് മാർജിൻ ആയിട്ട് കണക്കാക്കുന്നത്. അറ്റ പലിശ വരുമാനത്തിലും വളരെ സ്ഥിരമായിട്ടൊരു വളർച്ച കൈവരിക്കാൻ ബാങ്കിന് സാധിക്കുന്നു എന്ന് ബാങ്കിന്റെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഈ കഴിഞ്ഞ രണ്ടാം പാദത്തിൽ ബാങ്കിന്റെ എല്ലാ ആസ്തികളിൽ നിന്നുള്ള നെറ്റ് ഇൻട്രസ്റ്റ് മാർജിനായി രേഖപ്പെടുത്തിയിരിക്കുന്നത് 3.4%. അറ്റപലിശ മാർജിൻ ജൂൺ പാദത്തിൽ 4.1%. എന്നാൽ ജൂൺ പാദത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ ഒരു സമയത്തായിരുന്നു, അതായത് രണ്ടാം പാദത്തിലായിരുന്നു ബാങ്കിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ലയനത്തിന് സാക്ഷിയായത്. അതിനെ തുടർന്നാണ് ബാങ്കിന്റെ അറ്റപലിശ മാർജിനിൽ കാര്യമായിട്ടൊരു കുറവ് വന്നിട്ടുള്ളത് എന്നതാണ് മാനേജ്മെന്റ് പറയുന്നത്. എന്നാൽ ലയനത്തിന് മുന്നോടി ഇതിന്റെ കാരണം പരിശോധിച്ചു കഴിഞ്ഞാൽ ലയനത്തിന് മുന്നോടിയായി സൂക്ഷിച്ച അധിക ലിക്വിഡിറ്റിയും അതിനോടൊപ്പം തന്നെ RBIയുടെ സ്ട്രിക്റ്റ് മോണിറ്ററി പോളിസിയുടെ ഭാഗമായിട്ട് RBI ഇൻട്രൊഡ്യൂസ് ചെയ്ത ഇൻക്രിമെന്റൽ ക്യാഷ് റിസർവ് റേഷ്യോയ്ക്കായി അഥവാ ICRRനായി അധിക പണം സൂക്ഷിച്ചത് മൂലവുമാണ് ഈ ഒരു നിമ്മിൽ കാര്യമായ കുറവുണ്ടായത് എന്നാണ് കാരണമായി മാനേജ്മെന്റ് ചൂണ്ടിക്കാട്ടുന്നത്. ഉയർന്ന ആദായം നൽകുന്ന ആസ്തികളുടെ വിഹിതം വർദ്ധിക്കുകയും ലയനം നടപ്പിലാക്കുന്നതിനായി ചിലവ് കുറഞ്ഞ നിക്ഷേപങ്ങൾക്ക് ഓൾട്ടർനേറ്റീവായി വിപണിയിൽ നിന്ന് കടമെടുത്ത ഏകദേശം 4.8 ലക്ഷം കോടി രൂപ തിരികെ എത്തിച്ചാൽ മാർജിനിൽ കാര്യമായിട്ടൊരു മുന്നേറ്റം ഉണ്ടാകുമെന്ന് മാനേജ്മെന്റ് അറിയിച്ചിരുന്നു. സാമ്പത്തിക അന്തരീക്ഷം മോശമായിരുന്ന 2019 മുതൽ 2021 കാലഘട്ടത്തിൽ പോലും അറ്റ പലിശ മാർജിൻ 3.8% നിലനിർത്താൻ ബാങ്കിന് സാധിച്ചിരുന്നു. 2024 സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യൻ ബാങ്കിംഗ് മേഖലയുടെ ശരാശരി അറ്റ പലിശ മാർജിനായി ഫിച്ച് റേറ്റിംഗ് കണക്കാക്കിയിരുന്നത് 3.45% എന്ന വസ്തുത വിലയിരുത്തുമ്പോൾ ഇൻഡസ്ട്രിയൽ ആവറേജിലും മികച്ച മാർജിൻ നിലനിർത്താൻ ലയനത്തിന് ശേഷവും ബാങ്കിന് സാധിച്ചു എന്നുള്ളത് ഈ ഒരു മെഗാ ക്യാപ് കമ്പനിയുടെ എഫിഷ്യൻസി
എഫിഷ്യൻസിയാണ് ചൂണ്ടിക്കാട്ടുന്നത്. എന്നിരുന്നാലും ഉയർന്ന നിലയിൽ തുടരുന്ന നിക്ഷേപ നിരക്കും ഈ ഒരു മേഖലയിലെ കോമ്പറ്റീഷനും കാരണം നെറ്റ് ഇൻട്രസ്റ്റ് മാർജിൻ വീണ്ടെടുക്കൽ ക്രമേണയുമായിരിക്കുമെന്ന്, അതായത് ഗ്രാജുവലി ആയിരിക്കുമെന്ന് വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു തീരുമാനം കൂടിയാണ് ബാങ്ക് നൽകുന്നത്. എന്നിരുന്നാലും മാർജിനുകൾ നിലവിലെ സ്പെക്ട്രത്തിന്റെ ഏറ്റവും താഴ്ന്ന നിലയിലാണെന്നും അത് വീണ്ടെടുക്കണമെന്നുമാണ് ബാങ്ക് പറഞ്ഞിരിക്കുന്നത്. 18 മുതൽ 24 മാസത്തിനുള്ളിൽ ഈ ഒരു നെറ്റ് ഇൻട്രസ്റ്റ് മാർജിൻ അനുപാതം 3.7%, അതുപോലെ അടുത്ത 2 മുതൽ 3 വർഷങ്ങൾക്കുള്ളിൽ മുൻപത്തെ പോലെ 4.1% നിമ്മിലേക്ക് എത്താൻ സാധിക്കുമെന്ന് കൂടി മാനേജ്മെന്റ് അറിയിച്ചിട്ടുണ്ട്. ഹ്രസ്വകാലത്തേക്ക് ബാങ്കിന്റെ മാർജിനുകളിൽ സമ്മർദ്ദമുണ്ടായാലും ദീർഘകാലാടിസ്ഥാനത്തിൽ ഈ സമ്മർദ്ദങ്ങളെ അതിജീവിക്കാൻ ബാങ്കിന് കഴിയുമെന്ന് തന്നെയാണ് അനലിസ്റ്റുമാർ ചൂണ്ടിക്കാട്ടുന്നത്. അടുത്തതായിട്ട് അറ്റ വലിച്ച വരുമാനം പറയുന്നതിനോടൊപ്പം തന്നെ ചേർത്ത് പറയേണ്ട മറ്റൊരു റേഷ്യോ എന്ന് പറയുന്നത് റിട്ടേൺ ഓൺ അസറ്റ് ആണ്. ഒരു കമ്പനിയുടെ മൊത്തം ആസ്തികളുമായി ബന്ധപ്പെട്ട് എത്രത്തോളം ലാഭകരമാണ് എന്ന് സൂചിപ്പിക്കുന്ന സാമ്പത്തിക അനുപാതമാണിത്. ഒരു കമ്പനി അതിന്റെ ആസ്തികൾ എത്രത്തോളം എഫിഷ്യൻ്റായി ഉപയോഗിക്കുന്നു എന്ന് നിർണ്ണയിക്കാനാണ് ROA ഉപയോഗിക്കുന്നത്. ഈ അനുപാതം ഒരു കമ്പനിയുടെ അറ്റ വരുമാനം ആസ്തികൾ നിക്ഷേപിച്ച മൂലധനവുമായി താരതമ്യം ചെയ്തുകൊണ്ട് എത്ര നന്നായി പ്രവർത്തിപ്പിക്കുന്നു എന്നാണ് സൂചന നൽകുന്നത്. HDFC ബാങ്കിന്റെ കഴിഞ്ഞ പാദത്തിൽ, അതായത് നടപ്പ് സാമ്പത്തിക വർഷത്തിലെ 2ാം പാദത്തിൽ ROA രേഖപ്പെടുത്തിയിരിക്കുന്നത് 2.03%. ലയനത്തിന് മുമ്പുള്ള സാമ്പത്തിക വർഷത്തിലെ ROA രേഖപ്പെടുത്തിയത് 2.08%. 2024 സാമ്പത്തിക വർഷം മുതൽ 2026 സാമ്പത്തിക വർഷം വരെ ഈ ഒരു മാർജിൻ, അതായത് ഈ ROAയിൽ 1.7 മുതൽ 1.8% വരെ കുറവുണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് കൂടി മാനേജ്മെന്റ് അറിയിച്ചിട്ടുണ്ട്. ലയനത്തിന് ശേഷം ബാലൻസ് ഷീറ്റ് കൃത്യമായി മെയിൻറ്റെയിൻ ചെയ്യാനായി പ്രൊവിഷനിങ്ങിന് കൂടുതൽ തുക മാറ്റിവെച്ചതാണ് ബാങ്കിനെ പ്രതികൂലമായി ബാധിച്ചത്. അതേസമയം വൈവിധ്യമാർന്ന വായ്പാ ഘടന മൂലം വായ്പാ ചിലവുകൾ കൂടുതൽ നിയന്ത്രണത്തിലാകുമെന്നും മാർജിനുകൾ മെച്ചപ്പെടുമെന്നുമാണ് ബ്രോക്കറേജ് സ്ഥാപനമായിട്ടുള്ള മോത്തിലാൽ ഓസ്വാളുമായി നടത്തിയ അഭിമുഖത്തിൽ മാനേജ്മെന്റ് പറഞ്ഞത്. ഇതോടെ വരുന്ന വർഷങ്ങളിൽ ROA ഏകദേശം 2% എന്ന ലെവലിലേക്ക് വളരെ സ്ഥിരമായിട്ട് നിലനിർത്താൻ ബാങ്കിന് സാധിക്കുമെന്ന് കൂടി പ്രതീക്ഷിക്കുന്നു. കോസ്റ്റ് ടു ഇൻകം അനുപാതം ദീർഘകാല അടിസ്ഥാനത്തിൽ ഏകദേശം 30% കുറയ്ക്കുന്നതിനുള്ള മാർഗനിർദ്ദേശം കൂടി ബാങ്ക് റീഅഫേം ചെയ്തിരുന്നു. ഇത് ദീർഘകാല അടിസ്ഥാനത്തിൽ ROAയുടെ 2% എന്ന ലക്ഷ്യം സുസ്ഥിരമായി തന്നെ മറികടക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ മികച്ച മാനേജ്മെന്റ് നേതൃത്വത്തിൽ ഈ ഒരു ലക്ഷ്യം കൈവരിക്കാൻ സാധിക്കുമെന്ന് കൂടിയാണ് ബ്രോക്കറേജ് പ്രതീക്ഷിക്കുന്നത്. നിലവിലെ മറ്റ് ബാങ്കുകളുമായി താരതമ്യം ചെയ്യുമ്പോഴുണ്ടാകുന്ന ROAയിലെ കുറവ് നികത്താൻ സാധിക്കുമെന്നാണ് സാരം. ബാങ്കിന്റെ ലിക്വിഡിറ്റി നിർണ്ണയിക്കുന്നതിനായി ഉപയോഗിക്കുന്ന പ്രധാന സൂചകങ്ങളിൽ മറ്റൊരു ഘടകമാണ് കാസ അനുപാതം. മൊത്ത നിക്ഷേപങ്ങളിലെ കറന്റ് സേവിംഗ് അക്കൗണ്ടുകളുടെ സംഭാവനയുടെ അനുപാതമാണിത്. ടേം ഡിപ്പോസിറ്റുകളെക്കാൾ പലിശ നിരക്കുകൾ വളരെ കുറവായതിനാൽ തന്നെ ബാങ്കുകൾക്ക് ഫണ്ടുകൾ സ്വരൂപിക്കുന്നതിനുള്ള ഏറ്റവും ചിലവ് കുറഞ്ഞ ഉറവിടമാണ് കറന്റ് അക്കൗണ്ട്, അതുപോലെ സേവിംഗ് അക്കൗണ്ടുകൾ എന്ന് പറയുന്നത്. ഇക്കാരണത്താൽ തന്നെ സാമ്പത്തിക വിദഗ്ധരും നിക്ഷേപകരും ഒരു ബാങ്കിന്റെ സാമ്പത്തിക ആരോഗ്യം മനസ്സിലാക്കാൻ കാസ അനുപാതവും നോക്കുന്നു. കാരണം ഇത് കുറഞ്ഞ വായ്പാ ചെലവിൽ പണം സ്വരൂപിക്കാനുള്ള ബാങ്കിന്റെ ശേഷിയെ പ്രതിഫലിപ്പിക്കുന്നു എന്നത് തന്നെയാണ്. സെപ്റ്റംബർ പാദത്തിലെ ബാങ്കിന്റെ കാസ അനുപാതം 37.6%. 2023 ജൂൺ 30 42.5% നിന്നാണ് ഇത്തരത്തിൽ ഒരു കുറവുണ്ടായത്. ഉയർന്ന കാസ അനുപാതം അർത്ഥമാക്കുന്നത് കറന്റ് സേവിംഗ് അക്കൗണ്ടുകളെ നിക്ഷേപങ്ങളിൽ ബാങ്കിന് ഉയർന്ന പങ്ക് ഉണ്ടെന്നാണ്. അതായത് കുറഞ്ഞ ചെലവിൽ ഫണ്ട് സ്വരൂപിക്കാൻ ബാങ്കിന് സാധിക്കുന്നു എന്ന് തന്നെയാണ് ഈ ഒരു അനുപാതം സൂചിപ്പിക്കുന്നത്. ഉയർന്ന കാസ അനുപാതം ബാങ്കിന്റെ മികച്ച പ്രവർത്തനക്ഷമതയെ കൂടിയാണ് സൂചിപ്പിക്കുന്നത്. മൊത്ത വ്യാപാര നിക്ഷേപങ്ങളുടെ പലിശ നിരക്ക് റേറ്റ് സെൻസിറ്റീവ് ആയിട്ട് കൂടി ബാങ്കിന്റെ നിക്ഷേപങ്ങളിൽ ഏകദേശം 80 മുതൽ 85% വരെയും റീറ്റെയിൽ സ്രോതസ്സുകളിൽ നിന്നാണ് വരുന്നത്. 2024 സാമ്പത്തിക വർഷത്തിന്റെ 2ാം പാദത്തിൽ കാസ മിശ്രിതം 38% കുറഞ്ഞെങ്കിലും ബാങ്കിന്റെ അതിന്റെ ഇൻക്രിമെന്റൽ കാസ ഫ്ലോകളിലെ മൊത്തത്തിലുള്ള വിപണി വിഹിതം കുടിശ്ശികയുള്ള ഡെപ്പോസിറ്റ് മാർക്കറ്റ് ഷെയറിനേക്കാൾ വളരെ ഉയർന്നതാണ് എന്നതും പോസിറ്റീവായി തന്നെ നോക്കിക്കാണേണ്ടതാണ്. സമീപകാലത്ത് സേവിംഗ് അക്കൗണ്ട്, ടേം ഡെപ്പോസിറ്റ് നിരക്കുകൾ വർദ്ധിച്ചതിനാൽ തന്നെ വളരെ കോഷ്യസ് ആയാണ് കാസ മിക്സിനെ ബാങ്ക് നോക്കിക്കാണുന്നത്. അടുത്ത 18 മുതൽ 24 മാസങ്ങൾക്കുള്ളിൽ കാസ മിശ്രിതം 39% മുതൽ 40% വരെ നിലനിർത്താനാണ് ഇപ്പോൾ ബാങ്ക് ലക്ഷ്യമിടുന്നത്. ബ്രാഞ്ച് ശൃംഖല കൂടുതൽ ശക്തിപ്പെടുത്താനും ബാങ്ക് ലക്ഷ്യമിടുന്നു. 2024 സാമ്പത്തിക വർഷം മുതൽ 2026 സാമ്പത്തിക വർഷം വരെ ബാങ്കിന്റെ നിക്ഷേപത്തിൽ ഏകദേശം 20% CAGR വർധനയാണ് മോത്തിലാൽ ഓസ്വാൾ കണക്കാക്കുന്നത്. ചില അനുപാതങ്ങൾ നിയർ ടേമിൽ മറ്റ് ബാങ്കുകളെ അപേക്ഷിച്ച് അത്ര തൃപ്തികരമല്ലെങ്കിൽ പോലും
ദീർഘകാല അടിസ്ഥാനത്തിൽ മികച്ച മാനേജ്മെന്റ് നേതൃത്വത്തിൽ ഈ അനുപാതങ്ങളെയും മാർജിനുകളെയും മെച്ചപ്പെടുത്താൻ ബാങ്കിന് സാധിക്കുമെന്ന് തന്നെയാണ് മോത്തിലാൽ ഒസ്വാൾ ഉൾപ്പെടെയുള്ള ബ്രോക്കറേജുകൾ പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓഹരിക്ക് 1950 രൂപ എന്ന ടാർഗറ്റ് വില കൽപ്പിച്ചുകൊണ്ട് ബൈ റെക്കമെൻഷൻ നിലനിർത്തുകയാണ് മോത്തിലാൽ ഒസ്വാൾ ചെയ്തിരിക്കുന്നത്. 40 ബില്യൺ ഡോളറിന്റെ ലയനം യാഥാർത്ഥ്യവൽക്കരിക്കുമ്പോൾ ഫിനാൻഷ്യൽ പാരാമീറ്റേഴ്സിൽ ഉണ്ടാകുന്ന വളരെ സ്വാഭാവികമായിട്ടുള്ള വ്യതിയാനം മാത്രമാണ് നിലവിൽ ബാങ്ക് അഭിമുഖീകരിക്കുന്നത്. അടുത്ത 1 മുതൽ 2 വർഷങ്ങൾക്കുള്ളിൽ പൂർവാധികം കരുത്തുറ്റ ഫിനാൻഷ്യൽ പാരാമീറ്റേഴ്സ് നേടാനും വിപണിയിൽ വീണ്ടും അതികായനായി മാറാനും സാധിക്കും എന്ന് തന്നെയാണ് അനലിസ്റ്റുമാരുടെ പ്രതീക്ഷ. അതുകൊണ്ട് തന്നെ 2024 റിസ്ക് കുറഞ്ഞ മികച്ച റിട്ടേൺ നൽകാൻ ശേഷിയുള്ള മികച്ച ഓഹരികളുടെ പട്ടികയിൽ ആദ്യ സ്ഥാനങ്ങളിലൊന്ന് HDFCക്ക് തന്നെ എന്നുള്ളതിൽ സംശയമില്ല. ബാങ്കിന്റെ ഓഹരിയുടെ പെർഫോമൻസ് വിലയിരുത്തുകയാണെങ്കിൽ ജൂലൈക്ക് ശേഷം കാര്യമായിട്ടൊരു മുന്നേറ്റം രേഖപ്പെടുത്തിയില്ല എങ്കിൽ പോലും നവംബർ ഡിസംബർ മാസങ്ങളിൽ വളരെ മികച്ചൊരു മുന്നേറ്റം നടത്താൻ ബാങ്കിന് സാധിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും സാന്റാക്ലോസ് റാലിയിൽ നിഫ്റ്റിയെ ഉയരങ്ങളിലേക്ക് കൊണ്ടുപോകുന്നതിൽ ഏറ്റവും പ്രധാന പങ്ക് വഹിച്ചതും HDFC ബാങ്ക് തന്നെയാണ്. ഏകദേശം ഈ ഒരു കാലയളവിൽ ഉണ്ടായ മാറ്റത്തിന്റെ 16% കോൺട്രിബ്യൂഷനും HDFC ബാങ്കിന്റെ ഓഹരികളിൽ നിന്നാണെന്നുള്ളതും ഈ ഒരു ഓഹരിയുടെ ശക്തിയെ ചൂണ്ടിക്കാട്ടുന്നു. ഏതായാലും റിസ്ക് കുറഞ്ഞ എന്നാൽ ലോങ് ടേമിലേക്ക് നമുക്ക് സ്ഥിരമായിട്ടൊരു വരുമാനം തരുമെന്ന കാര്യത്തിൽ HDFC ബാങ്കിന്റെ ഓഹരികളിൽ വിശ്വസിക്കാം എന്ന് തന്നെയാണ് ഈ മേഖലയിലെ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്.